ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് കുക്കീസാണ്. ഓട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. രണ്ട് തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് സാധാ രീതിയിലും പിന്നെ ഒന്നിത്തിരി കോക്കോ പൗഡർ ഇട്ടിട്ട് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കോക്കോ പൗഡർ ഇട്ടിട്ട് ഉണ്ടാക്കിയതിനേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് സാധാ രീതിയിൽ ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതേപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ടൊരു ബോട്ടിലൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് നാളൊക്കെ ഇരിക്കും. ഇതിപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് കുക്കീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് 250 ml 2 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിലേക്ക് 2 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ മതിയിട്ടാ, കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും ലാസ്റ്റ്. അതുവരെ നമുക്ക് വറുക്കുക. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഗ് വൈറ്റ് മാത്രമേ നമുക്ക് ഈ കുക്കീസിലേക്ക് ആവശ്യമുള്ളൂ. എഗ് യോക്കിൻ്റെ ആവശ്യമില്ല. അതങ്ങോട്ട് മാറ്റി വെക്കുക. എഗ് വൈറ്റ് മാത്രം നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇനി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സിൽ നിന്ന് നമുക്ക് 1 കപ്പ് അളന്നെടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, നനവൊന്നും പാടില്ല കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ബാക്കിയുള്ള 1 കപ്പ് ഓട്സ് നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒരു 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് പീനട്ട് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ ബട്ടറും പീനട്ട് ബട്ടറും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് വീണ്ടും ആ സൈഡിലുള്ളതൊക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ബീറ്റർ ഓഫ് ചെയ്യുക. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ബീറ്റർ ഇടയ്ക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് വീണ്ടും സ്പാച്ചിൽ വെച്ചിട്ട് സൈഡിലൊക്കെ ഉള്ളത് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെയും ബീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 5-8 പ്രാവശ്യം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല പോലെ എല്ലാം കൂടിയിട്ടൊന്ന് യോജിക്കുകയും ചെയ്യും. ഇപ്പോൾ ബട്ടറിൻ്റെ മിക്സൊക്കെ നല്ല പോലെ ഒന്ന് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ലപോലെ മിക്സ് ആയിട്ടുള്ള ഈ ഓട്സിൻ്റെ മിക്സിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വറുത്ത കപ്പലണ്ടിയിട്ട് തൊലിയൊക്കെ കളഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ മണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, വറുത്തിട്ട് തൊലി കളഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. വലുതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുക്കീസിന് വേണ്ടിയിട്ടുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പറും വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഈ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് എടുക്കുക. അങ്ങനെ നിറച്ചിങ്ങനെ വടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്കത് ആകെ ഒട്ടി പിടിക്കുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ രീതിയിലൊന്ന് എടുക്കുക. എന്നിട്ട് നേരെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് ഓട്സ് ഉണ്ടല്ലോ വറുത്തതിലുള്ളത്, അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒരു കുഞ്ഞ് ടീസ്പൂണോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൈ വെച്ച് തൊടുകയോ ചെയ്യരുത് കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ പണിയാവുള്ളൂ, കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട്. ഇതാകുമ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇനി നേരെ നമുക്ക് ആ ഓട്സ് വെച്ചിട്ട് മൊത്തം ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് കയ്യിലിട്ടിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് നേരെ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മിക്സും നമുക്ക് ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ. ബേക്കിംഗ് പൗഡർ ഇട്ടുകൊണ്ട് തന്നെ ഇത് നല്ല പോലെ വീർത്ത് വരും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അപ്പോൾ നല്ല പോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ. ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ ഇപ്പോൾ ഒരു 12 ബോൾസ് വെക്കാനേ പറ്റിയിട്ടുള്ളൂ. ഇനി ഇത് നേരെ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രീസറിലല്ല കേട്ടോ, താഴെ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ ബാക്കി വന്നിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. ഡാർക്ക് കോക്കോ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ആകുമ്പോൾ നല്ല കളർ ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് എടുത്താൽ മതി. എന്നിട്ട് സ്പാച്ചില വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, സ്പാച്ചില വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ ഓരോ ബോൾസ് എടുക്കുക. എന്നിട്ട് ഓട്സിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്യുക. അതിനുശേഷം കയ്യിലിട്ടിട്ട് ഒന്ന് ബോളാക്കിയതിന് ശേഷം ഈ ബേക്കിംഗ് പേപ്പറിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിൽ നിന്നിപ്പോൾ ഇനിയിപ്പോൾ അധികമൊന്നും കിട്ടാനില്ല, ഒരു 5-6 ബോൾസേ ഉണ്ടാവുള്ളൂ. അതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുക്കീസിൻ്റെ ബോൾസൊക്കെ ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവനും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബോൾസൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് ഹാർഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക്
ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കീസ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ ആ ബോൾസിൻ്റെ ഷേപ്പ് മാറിയിട്ട് ചെറുതായിട്ടൊന്നൊരു പരന്ന ഷേപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വീണ്ടും ഒരു 10-11 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് എന്തായാലും ഈ ഒരു ഷേപ്പിലല്ല ഇനി ബേക്ക് ചെയ്യാൻ പോകും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുക്കീസിൻ്റെ ഷേപ്പ് മൊത്തത്തിലൊരു സൈഡിലൊക്കെ ക്രാക്കായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ ആവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ടീസ്പൂൺ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ പോയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെൻറ്റർ ഭാഗം ഒന്നിങ്ങനെ താഴ്ന്നിരിക്കുകയും ചെയ്യും, അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ മൊത്തത്തിൽ ക്രാക്കായി കിട്ടും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുക്കീസിൻ്റെ ഷേപ്പായി കിട്ടും കേട്ടോ. ഒരെണ്ണം മാത്രം നമുക്ക് ബോൾസായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്കതെങ്ങനെയാണ് നോക്കാം ലാസ്റ്റ്. ഇപ്പോൾ എല്ലാ കുക്കീസും ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ ഓവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ 11 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ്റെ ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആദ്യം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കുക്കീസ് എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് നോക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഗോൾഡൻ കളർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റും കൂടെ അല്ലെങ്കിൽ 2 മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. എന്നാലേ നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇനി അത് ബേക്ക് ചെയ്യുന്നില്ല. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മുടെ കൊക്കോ പൗഡർ ഇട്ടിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കുക. നേരത്തെ അതേ ബേക്കിംഗ് പേപ്പർ തന്നെയാണ് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ 180 ഡിഗ്രിയിൽ ആദ്യം ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 11 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കുക്കീസും ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, നേരത്തെ ഉണ്ടാക്കിയ കുക്കീസായാലും ഈ കുക്കീസായാലും നല്ല പോലെ ചൂട് പോയതിന് ശേഷം മാത്രമേ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത പോലെ ഇരിക്കും കേട്ടോ. നല്ല പോലെ ചൂടാറിയതിന് ശേഷമാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ മൊത്തത്തിൽ ക്രാക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തത്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാണല്ലോ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കീസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ മക്കൾക്ക് പാലിൻ്റെ കൂടെ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കുക്കീസ് തന്നെയാണ് കേട്ടോ. പിന്നെ മധുരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4-5 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. പക്ഷേ ഇതിപ്പോൾ കൂടുതലൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഓവറായിട്ടുള്ള മധുരമൊന്നുമല്ല. ഇനി ഇതിപ്പോൾ ഓവനില്ലാത്തവർക്കും നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന രീതിയിലല്ലോ അതേപോലെ തന്നെ ഇതും ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ടീസ്പൂൺ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒരു 10-11 മിനിറ്റ് ഒന്നുകൂടെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതേ രീതിയിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.